നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ശുദ്ധജല വിതരണം നേരെയാക്കാൻ അധികൃതർക്ക് കഴിയാത്തത് ജനകീയ പ്രതിഷേധത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച വൈകുന്നേരത്തോടെ മുടങ്ങിയ ജലവിതരണം നേരെയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുറുക്കുവഴികൾ തേടുകയാണ് ബന്ധപ്പെട്ട അധികൃതരും ജനപ്രതിനിധികളും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. 1989 ലയൺസ് ക്ലബ്ബ് നിർമ്മിച്ചു നൽകിയ കുടിവെള്ള വിതരണ സംവിധാനമാണ് മോട്ടോർ തകർന്നതോടെ ഇപ്പോൾ അവതാളത്തിലായത്. ഞായറാഴ്ച വൈകുന്നേരം തകരാറിലായ ജലവിതരണ സംവിധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ചൊവ്വാഴ്ച വൈകുന്നേരമായിട്ടും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും രോഗികൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണുള്ളത്. ആശുപത്രിയുടെ പ്രധാന കെട്ടിടത്തിൽ നിന്ന് സമീപത്തുള്ള പേവാർഡ് കെട്ടിടത്തിൽ നിന്ന് വെള്ളം ശേഖരിക്കാനുള്ള താൽക്കാലിക ക്രമീകരണമാണ് ബന്ധപ്പെട്ട അധികൃതർ നടത്തിയിരിക്കുന്നത്. വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലും വ്യക്തമായ തീരുമാനങ്ങൾ അറിയിക്കാൻ പോലും ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. ചൊവ്വാഴ്ച വൈകിട്ടത്തേക്ക് മുമ്പായി പഴയ മോട്ടോർ വൈൻഡിംഗ് നടത്തി പുനഃസ്ഥാപിക്കുകയോ വാഹനത്തിൽ വെള്ളമെത്തിച്ച് ടാങ്ക് നിറയ്ക്കുകയോ ചെയ്യുമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. വാഹനത്തിൽ വെള്ളമെത്തിച്ച് ടാങ്കിൽ നിറയ്ക്കാൻ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ കഴിഞ്ഞാൽ വെള്ളം തേടി പേവാർഡിലേക്ക് രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കമുള്ളവർ ചീറിപ്പായേണ്ടുന്ന സാഹചര്യവുമില്ല. നിർധന രോഗികളാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത് എന്നുള്ളതിനാൽ തന്നെ കന്നാസും ബക്കറ്റും സംഘടിപ്പിച്ച് വെള്ളം ശേഖരിച്ചു വെക്കേണ്ടി വന്നത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിലുപരി ശ്വാസമുട്ടലടക്കമുള്ള രോഗങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ രോഗികളിൽ പലരും വെള്ളം കോരിക്കൊണ്ടുവരുന്നതോടെ രോഗം മൂർച്ഛിക്കുന്നു എന്ന നിലപാടുകളും ഉയരുന്നുണ്ട്. അധികൃതരുടെ അനാസ്ഥ വെടിഞ്ഞ് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ആശുപത്രി അധികൃതരും ഒപ്പം ജനപ്രതിനിധികളും കൂട്ടായ പരിശ്രമം നടത്തിയാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിന് പരിഹാരമാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുടിവെള്ളത്തിൻ്റെ പേരിൽ രോഗികളും കൂട്ടിരിപ്പുകാരും നെട്ടോട്ടമോടുമ്പോഴും ആശുപത്രിയിൽ നടത്തി വരുന്ന കഞ്ഞി വിതരണത്തിന് ക്രമീകരണങ്ങൾ വളരെ ബുദ്ധിമുട്ടി ബന്ധപ്പെട്ടവർ നടത്തി എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. വെള്ളം ചുമന്നെത്തിച്ചാണ് കഞ്ഞിയും 3 കൂട്ടം കറികളുമടക്കം ആശുപത്രിയിൽ വിതരണം ചെയ്തത് എന്നുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സാമൂഹിക പ്രതിബദ്ധതയും പ്രതിഫലേച്ഛ കൂടാതെയുള്ള പ്രവർത്തനങ്ങളും വിളിച്ചോതുന്നുണ്ട്.